പിന്നോട്ട് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത കുറെ ഓർമ്മകൾ, മുന്നോട്ട് ചിന്തിക്കുമ്പോൾ വല്ലാത്ത ഭയം. ഞാനല്ലാതായി തീരുന്നുണ്ടോ? എന്റെ വ്യക്തിത്വം എനിക്ക് കൈമോശം വന്നു പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭയം. അതിനങ്ങനെ സംഭവിച്ചാലല്ലേ? എന്നായാലും എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കണം. തനിക്കതിനിപ്പോ സമയമായി. ഇല്ല, അതിനുള്ള സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. തളച്ചിടപ്പെടുന്നതിന് മുൻപ് കുറെ കൂടിയൊക്കെ ചെയ്യാനുണ്ട്. മറ്റൊന്നും തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല. വേണ്ട, ചിന്തിക്കണ്ട. പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നൊരു സമയം വരുമ്പോ വരട്ടെ, അല്ലേ? എന്നാ പോട്ടെ. തനിച്ചോ? എന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ടോ? എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ മതി. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. തന്റെ അച്ഛനെ ചിലപ്പോ അത് ഇഷ്ടായില്ലെങ്കിലോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോഴുള്ള ദേഷ്യത്തിന് അച്ഛൻ അന്നങ്ങനെ പെരുമാറിയെന്നേ ഉള്ളൂ. എന്നെ മനസ്സിലാവും എന്റെ അച്ഛന്, എനിക്ക് ഉറപ്പാ. ശരി, കേറ്. പോവാൻ തിടുക്കയില്ലെങ്കിൽ താൻ ഒന്നിങ്ങോട്ട് വരിക. നമ്മൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമൊന്നുമില്ല. എന്നാലും ഒരുവിധം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃഷ്ണകുമാറിന് അറിയാമല്ലേ? അറിയാം. ഞങ്ങള് നാട്ടുമ്പുറത്തുകാരാ. നഗരത്തിന്റെ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് ഞാൻ കൃഷ്ണകുമാറിനോട് അല്പം ഒന്ന് സംസാരിച്ചോട്ടെ മോളെ. എന്നെ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് അറിയാമെങ്കിൽ കൃഷ്ണകുമാർ ചിലതെല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വരും. അനാവശ്യമായ കൗതുകങ്ങൾ നാട്ടുകാരിൽ ഉണ്ടാക്കണ്ട. വൃത്തികെട്ട വ്യാഖ്യാനങ്ങളായി അത് തിരിച്ചു വരും. ഇനിയൊരു അപവാദം താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം ഞാൻ. അച്ഛനെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതിനെ ചൊല്ലി മറ്റുള്ളവർ സംസാരിക്കാതിരിക്കാൻ. ഒരാണും പെണ്ണും ഒരുമിച്ചൊരു കാറിൽ യാത്ര ചെയ്താൽ ഇടിഞ്ഞു വീഴുന്ന ഒരു ആകാശമാണ് നമുക്ക് മുകളിലുള്ളതെങ്കിൽ അതങ്ങ് വീഴട്ടെ. അത്തരം ഒരു സദാചാരത്തിന് കീഴിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ദേവേനി പ്ലീസ്, മാഷ് പറയുന്ന കാര്യം അത് മനസ്സിലാക്കാതെ ഞാൻ... ഏയ്, താൻ വിഷമിക്കൊന്നും വേണ്ട. തന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഒന്നുമില്ലേലും തന്റെ പ്രായത്തിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചതല്ലേ ഞാൻ. സോറി, മാഷിനെ കൂടി ഇത്രയും സംസാരിപ്പിക്കേണ്ടി വന്നതിന്. അതൊന്നും സാരമില്ല. പറയാനുള്ളത് പറയണം, അറിയാനുള്ളത് അറിയാൻ വേണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഷെ. ശരി. ആ, ഞാൻ ചോദിക്കാൻ മറന്നു, എവിടെ തന്റെ സുഹൃത്ത് ശ്രീ? ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഡൽഹി പോയിരിക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വരും. വരട്ടെ. അപ്പൊ ഒറ്റയ്ക്കായില്ലേ? മോളെ, അയാളോട് പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി. പക്ഷെ നിനക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. മനസ്സിലാവാത്തത് അച്ഛനാ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് അച്ഛനാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ അച്ഛൻ എന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കുന്നു. നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാം, പക്ഷെ അതിനാവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊടുത്താൽ... നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള അഹങ്കാരത്തോടു കൂടി തന്നെ അച്ഛൻ പറയട്ടെ. നിനക്ക് നെഞ്ചി കൈവച്ച് പറയാവോ അച്ഛന്റെ ധാരണകൾ തെറ്റാണെന്ന്? പറ്റില്ല എന്ന് അച്ഛനറിയാം. കുട്ടി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അച്ഛൻ ഒരുപാട് ജീവിതം കണ്ടതല്ലേ. നീ ജീവിതത്തെപ്പറ്റി നെയ്യുന്നത് ഭാവനയാ. അനുഭവവും ഭാവനയും തമ്മിലുള്ള അന്തരം വളരെ വലുതാ. അച്ഛനമ്മമാർ നിശ്ചയിച്ചുറപ്പിക്കുന്നതിന് വിവാഹം, അതിലൂടെ ഒരു കുടുംബജീവിതം. അച്ഛന് താല്പര്യം അത്തരൊരു ബന്ധത്തിന്. എല്ലാം തികഞ്ഞത് എന്ന അർത്ഥത്തിലല്ല, അതാണ് ഉചിതം. കല്യാണിയുടെ കാര്യത്തില് എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായി. എന്തുകൊണ്ട് നല്ല പയ്യൻ. അല്പം പ്രാരാബ്ധമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അറിയിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്നു. കുടുംബത്തോടും സഹോദരങ്ങളോടും ഭാര്യയോടുമൊക്കെ നിറഞ്ഞ സ്നേഹത്തോടെ. എന്റെ മോക്കും അങ്ങനെ ഒരു ബന്ധം. അതാ അച്ഛന്റെ ആഗ്രഹം. നീ ചെല്ലേ. ഹലോ മോളെ, ഞാനാ. ആ ചേച്ചി, മോള് തന്നെ ഫോൺ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചാ ഞാൻ വിളിച്ചത്. എന്താ ചേച്ചി? ചേച്ചിയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ ചേച്ചി, അവിടെ എന്തെങ്കിലും? ആരോടും പറയണ്ടെന്ന് കരുതിയതാ, പക്ഷെ ഉള്ളിലിരുന്ന് വിങ്ങുമ്പോ ചേച്ചിക്ക് സഹിക്കാൻ പറ്റണില്ല മോളെ. ചേച്ചി, നീ ഇതൊന്നും അച്ഛനോടും അമ്മയോടും പറയരുത്. അവര് നല്ല സന്തോഷത്തിലാന്ന് എനിക്കറിയാം. മകൾക്കൊരു നല്ല ജീവിതം കിട്ടിയതിൽ അവരുള്ളു തുറന്ന് സന്തോഷിക്കട്ടെ. പക്ഷെ ഇവിടെ ചേച്ചി, ചേച്ചിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്തതൊക്കെ ഇവിടെ അറിഞ്ഞു. സുഖട്ടൻ ആരോടൊന്നും പറഞ്ഞിരുന്നില്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. സുഖട്ടൻ ആരോടൊന്നും പറഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോ എല്ലാവരും കുറ്റപ്പെടുത്താൻ പുച്ഛം. എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ചീത്ത. കുത്തുവാക്കുകൾ കേട്ട് ചേച്ചി മടുത്തു മോളെ. സുഖട്ടിനിപ്പോ ദിവസം മദ്യപിച്ചിട്ടാ വരാറ്. വീട്ടിൽ വെച്ചും കുടിക്കും. സുഖട്ടിന് എന്നോടല്ല മദ്യത്തോടാ സ്നേഹം. നമ്മളൊക്കെ കണ്ട മുഖത്തിനപ്പുറം സുഖട്ടിന് ശരിക്കും മറ്റൊരു മുഖമുണ്ട്. 1-2 തവണ ഞാൻ അവിടേക്ക് പോരാൻ ഇറങ്ങിയതാ. പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോ അവിടെയുള്ളവരുടെ മനസമാധാനം കൂടി ഞാനായിട്ട് എന്തിനാ കളയുന്നത്? എന്നായാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും
ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത്? ചേച്ചി ജീവിച്ചോളാം എങ്ങനെയെങ്കിലും. മോളിതോർത്ത് വിഷമിക്കണ്ട. പിന്നെ അച്ഛനും അമ്മയും ഞാനീ പറഞ്ഞതൊന്നും അറിയരുത്. കല്യാണി, ഞാൻ പിന്നെ വിളിക്കാം. മാതാപിതാക്കൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം, നല്ല പയ്യൻ, കുടുംബസ്നേഹം, അല്ല അച്ഛ? എന്താ മോളെ? അയ്യോ, എന്ത് പറ്റി? അച്ഛനെന്താ പറ്റിയ? മാഷേ, എന്ത് പറ്റി അച്ഛാ? ഈശ്വര, മാഷേ, അച്ഛാ, മാഷേ. നിങ്ങൾ ആ സൈഡിൽ വിടുക. ചേച്ചി ഒന്നും അറിയിക്കണ്ട. ഇപ്പൊ വേണ്ടമ്മേ, എന്തിനാ വെറുതെ അവരെ കൂടെ വിഷമിപ്പിക്കുന്ന? എന്തായാലും പരിശോധന കഴിയട്ടെ. വേണമെങ്കിൽ സുഖമായിട്ടിനെ വിളിച്ചൊന്ന് സൂചിപ്പിക്കാം. എന്നാ ഒന്ന് വിളിക്കും മോനെ. അവനെങ്കിലും ഒന്നിങ്ങോട്ട് വരട്ടെ. എന്റെ കയ്യും കാലും വിറക്കിയ. അമ്മ ദേ ഇങ്ങോട്ടിരിക്കും. ഹലോ, വില്ലേജ് ഓഫീസല്ലേ? സുകുമാരനൊന്ന് കിട്ടുമോ? ക്ലർക്ക്. ആ ശരി. ഹലോ സുഖേട്ടാ, കിച്ചു ആണ്. ഓ, എന്താ? ഞാനിപ്പോൾ ഐഷ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. കല്യാണിൻ്റെ അച്ഛന് ചെറിയൊരു നെഞ്ചേരം വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിനിപ്പോൾ ഞാനെന്ത് വേണം? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ചെറിയൊരു നെഞ്ചേരം വന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിനിപ്പോൾ ഞാനെന്ത് വേണം? ഓ അല്ല, സുഖമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നിരുന്നെങ്കിൽ. 100 കൂട്ടം ജോലി എവിടെ? ഇപ്പൊ വരാൻ പറ്റില്ല. ചേട്ടൻ എപ്പോ വരാൻ പറ്റും? കല്യാണിയും വിവരം അറിയിച്ചിട്ടില്ല. അതിപ്പോ ഞാനില്ലെങ്കിൽ എന്താ? എന്തിനും ഏതിനും താനുണ്ടല്ലോ അവിടെ. അതെന്നെ ധാരാളാ. മോനെ, അവൻ എപ്പോ വരും? വൈകിട്ട് വരാന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് തിരക്കിലാണെന്ന്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി അവനിങ്ങി വന്നേനെ.
സുഖേട്ടൻ എന്താ പറഞ്ഞത്? അല്ല, അത് അവിടെ കുറച്ച് ജോലി തിരക്കുണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട്. തിരക്കൊഴിയാൻ എത്ര ദിവസം കഴിയുമെന്ന് ചോദിക്കായിരുന്നില്ലേ? വരില്ല കിച്ചു, അയാൾ വരില്ല. അതെന്താ? അതങ്ങനെയാ, പിന്നെ പറയാം. ഇതൊന്നും അമ്മ അറിയണ്ട. തൽക്കാലം വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചോട്ടെ. എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. BP അല്പം ഹൈ ആയതാ. എന്നാലും അല്പം ഒന്ന് സൂക്ഷിക്കണം. ഞങ്ങൾക്കൊന്ന് കാണുമായിരുന്നു. നിങ്ങൾ പോയി കണ്ടോളൂ. പക്ഷേ അധികം സംസാരിപ്പിക്കരുത്. കിച്ചു, ചെല്ല്. മാഷേ, എന്താ മാഷേ, എന്താ ഉണ്ടായേ? ചെറിയൊരു നെഞ്ചുവേദന വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു പരവേശവും. ഇപ്പൊ വേദന കുറവുണ്ടോ അച്ഛ? ആ മോളെ, അച്ഛന് കല്യാണി ഒന്ന് കാണണമല്ലോ. അത് സുഖേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോ വൈകിട്ട് ചേച്ചിയും കുട്ടി ഇറങ്ങാന്നാ പറഞ്ഞത്. അച്ഛൻ അല്പം വിശ്രമിച്ചോളൂ, ഞങ്ങൾ പുറത്തുണ്ടാവും. വാ അമ്മേ. എങ്ങനെയുണ്ട് ഇപ്പോ? പെയിൻ ഒരല്പം കുറവുണ്ടെന്ന് പറയുന്നു. അച്ഛൻ പിന്നെ എത്ര വേദനയുണ്ടെങ്കിലും ഇല്ലെന്നല്ലേ പറയൂ. മാഷ് കല്യാണി തിരക്കി. വൈകിട്ട് സുഖന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അവിടുന്ന് വരണ്ടേ? രാത്രി ആവണേന് മുമ്പ് ഇങ്ങെത്തിയാ മതിയായിരുന്നു. അല്ലെങ്കിൽ മോനിപ്പോ ഒന്ന് വിളിച്ചു നോക്കിയേ. ചിലപ്പോ അവക്കെങ്ങാനും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റിയാലോ? എന്തിനാ അമ്മ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നേ? വൈകിട്ട് വരില്ലേ? എന്നാലും ഒന്ന് വിളിച്ചു നോക്ക്. അച്ഛൻ കാണണമെന്ന് പറഞ്ഞതല്ലേ, ഒന്ന് വിളിക്കും മോനെ. ഞാൻ വിളിക്കാം. ഹലോ അമ്മേ, ഇത് ഞാനാ, ദേവു. ദേവു? ദേവയാനി. എന്താ ദേവയാനി? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഇപ്പൊ ICU-ല. എന്തു പറ്റി പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ? അത് അച്ഛന് 2 ദിവസമായിട്ട് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഇപ്പൊ ബോധം തെളിഞ്ഞപ്പോ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞു. അതാ ഞാൻ വിളിച്ചത്. ചേച്ചിക്കൊന്ന് കൊടുക്കാമോ? ഞാൻ പറഞ്ഞേക്കാ ദേവേനി. ചേച്ചിയോട് പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. ആ പറയാം. അപ്പൊ ശരി. എന്തമ്മേ, ആർക്കാ നെഞ്ചുവേദന? അച്ഛന്. പേടിക്കാനൊന്നുമില്ല. ആശുപത്രിയില, ICU-ല്. എന്റെ ദൈവമേ, എന്താ എന്റെ അച്ഛന് പറ്റിയത്? എന്താ അമ്മ എനിക്ക് ഫോണും തരാതിരുന്നത്? അതെന്തിനാ? കാര്യം ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് അച്ഛനെ കാണണം. ഞാനൊന്ന് പോയിക്കോട്ടെ അമ്മ. പോയിക്കോ. കല്യാണി, അല്ലെങ്കിൽ സുഖു ഇപ്പിങ്ങ് വരും. എന്നിട്ട് രണ്ടുപേരും കൂടി പോയാ മതി. അതമ്മേ, സുഖമായിട്ടും വരാൻ താമസിച്ച ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അത് വേണ്ട, സുഖു വരാനുള്ള സമയമായല്ലോ. ഇനി അവൻ വന്നിട്ട് നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്റെ മേക്കിട്ട് കയറും. അമ്മേ, അച്ഛൻ എനിക്കിപ്പൊ കാണണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്നെ ധിക്കരിച്ച് പോണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ.